ജീവിതത്തിൽ നമ്മുടെ ലൈഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പഞ്ചത്തിൽ സൃഷ്ടിച്ച ഒരുപാട് പ്രതിഭാസങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ന് നമുക്ക് ഭക്ഷണമുണ്ട്, കഴിക്കാൻ, അതുപോലെ കുടിക്കാനും വെള്ളമുണ്ട്. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട്, കാരുണ്യങ്ങൾ കൊണ്ട് ജീവിതത്തെ നിറച്ചു നൽകിയ രാജാതിരാജനായ തമ്പുരാനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ഇന്ന് മറന്നു പോവുകയാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് പടച്ചറബിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയാണ്, അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയാണ്. ആ ചിന്തയില്ലാതെ മുഅ്മിനെ ജീവിച്ചിട്ട് കാര്യമില്ല. ആഖിറമെന്നുള്ളൊരു ലോകം നമുക്ക് വരാനിരിക്കുന്നു. ദുനിയാവിൽ മാത്രമാണോ ജീവിതം? ദുനിയാവിൽ മാത്രമല്ല ജീവിതം, ആഖിറത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടവരാണ്. ദുനിയാവിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യരെയോ അല്ലാഹു അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് കടന്നു ചെല്ലുന്ന കോടാനുകോടി ബീജങ്ങൾ, അതിൽ നിന്നൊരു ബീജമേ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് കടന്നു ചെല്ലുന്നുള്ളൂ. ആ ബീജമാണ് പിന്നെ മാംസമാകുന്നത്. ഒരുപാട് കാലങ്ങളോളമായി ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. പിന്നെയാണ് ലോകത്തേക്ക് കടന്നു വരുന്നത്. പിന്നെയാണ് ഈ ദുനിയാവിലുള്ള ഒരു ജീവിതം നമ്മൾ തുടങ്ങുന്നത്. ഒരുപാട് കാലങ്ങളോളം നമ്മൾ ജീവിക്കുകയാണ്. ശുഭത്വത്തിന്റെ പ്രസരിപ്പിലേക്ക് കടന്നു ചെന്ന ആളുകളുണ്ട്, ഒരുപാട് കുഞ്ഞുമക്കളുണ്ട്, ഒരുപാട് വയോവൃദ്ധന്മാരുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ ഓരോന്നോരോന്നായി കഴിഞ്ഞു പോകുമ്പോൾ ദുനിയാവ് എന്തിനാണ് ദുനിയാവിലേക്ക് കടന്നു വന്നത് എന്നുള്ളൊരു ചിന്ത അവർക്ക് നമുക്കില്ലാതെയാണ് നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എവിടെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു എന്നുള്ളൊരു ചിന്ത, പടച്ചറബ് എന്നുള്ളൊരു ചിന്ത, അത് കൽബില്ലാതെയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിച്ചു പോരുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാവണ്ണം ജീവിക്കാൻ, തന്മയോടുകൂടെ ജീവിക്കാൻ, ധാരാവണ്ണം ജീവിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു ചെല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ കാരുണ്യങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുനിയാവിൽ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാരുണ്യങ്ങൾ കൊണ്ട് നിറച്ചു നൽകുക. കണ്ണ് നൽകിയത് ആരാ? പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ കാണാൻ കണ്ണ് നൽകിയത് ആരാ? അത് അല്ലാഹുവാണ്. പിന്നെ ഏതാ? ഒരുപാട് ഞാൻ പറയുന്ന പ്രഭാഷണങ്ങൾ കേൾക്കാൻ, ഞാൻ സംസാരിക്കുന്ന നിങ്ങൾക്ക് കേൾക്കാൻ കേൾവി ശക്തി നൽകിയത് ആരാണ്? അതും അല്ലാഹുവാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് ജീവിതത്തെ നിറച്ചു നൽകിയിട്ടുണ്ട് രാജാതിരാജനായ അല്ലാഹുവിനെ ജീവിതത്തിൽ നിന്ന് മറന്നു പോവുകയാണ്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പടച്ചവനെ കുറിച്ച് ഓർക്കലില്ല. ലോകത്ത് നമ്മൾ ഇന്ന് നമുക്കറിയാം ഒരുപാട് കാരുണ്യങ്ങൾ പടച്ചവൻ നൽകിയിട്ടുണ്ട്. ലോകത്ത് തന്നെ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഓരോ കാര്യങ്ങളും ഓരോ ദേശങ്ങൾ, ഒരുപാട് ഗ്രാമങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഒരുപാട് വർണ്ണങ്ങൾ കൊണ്ട് ഒരുപാട് ഇന്ന് മനോഹരമായ ഒരു ഗ്രാമങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് രാജ്യങ്ങൾ പടച്ചോൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൃഷ്ടിച്ചു നൽകിയ ഒരുപാട് പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളുണ്ട്. അല്ലാഹു സൃഷ്ടിച്ചു നൽകിയതാണ്. ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. മനുഷ്യനെ ഒരുപോലെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് പടച്ചത്. ഓരോ മനുഷ്യനോ ഭക്തിപ്രഭാവങ്ങൾ ഓരോ രീതിയിലാണ്, ഓരോ കഴിവും ഓരോ രീതിയിലാണ്, എല്ലാ മുഖങ്ങളും ഓരോ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സംവിധാനിച്ചിട്ടുള്ളത്. ജീവികളെ എടുത്തു നോക്കിയാൽ, ജന്തുക്കളെ എടുത്തു നോക്കിയാൽ, ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച പ്രതിഭാസങ്ങൾ എത്ര വലുതാണ്. അല്ലാഹു നൽകിയ ജീവിതമില്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്നത് അത് അല്ലാഹുവിനെ കുറിച്ച് ഓർത്തിട്ടില്ല, സൃഷ്ടാവിനെ കുറിച്ചിട്ടുള്ളൊരു ചിന്ത കൽബിലില്ലാതെയാണ്. അല്ലാഹു എന്നുള്ളൊരു ബോധം, അല്ലാഹു ഇത് കാണുന്നുണ്ട്
എന്നുള്ളൊരു ബോധം നമ്മുടെ ഹൃദയങ്ങളില്ല. ജീവിച്ചു പോരുകയാണ്. തെമ്മാടിത്തരങ്ങൾ ചെയ്യാനോ, ഹറാമിലേക്ക് നോക്കുവാനോ, ഹറാം ചെയ്യാനോ, എല്ലാ ഇടങ്ങളിലേക്ക്, തെറ്റിന്റെ മേഖലകളിലേക്ക് ഓരോരുത്തരും എന്ന് ജീവിച്ചു പോരുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓരോ തെറ്റുകൾ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുക. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അത് വലുതാണ്. ഒരുപാട് കാരണങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. പക്ഷേ ആ കാര്യങ്ങളെ കുറിച്ചൊന്നും ഓർത്തുകൊണ്ട് ശുക്ർ ചെയ്യാൻ ഇന്നൊരു ഉമ്മ ഇന്ന് തയ്യാറാകുന്നില്ല, ഇന്നൊരു വാപ്പ ഇന്ന് തയ്യാറാകുന്നില്ല. കാരണം എന്താണ്? ഇന്ന് ആധുനിക സജ്ജീകരണങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നതോടുകൂടെ എല്ലാം മാറിക്കഴിഞ്ഞു, എല്ലാം പോയി കഴിഞ്ഞു. ഇന്ന് കിടന്നുറങ്ങുമ്പോൾ സ്മാർട്ട് ഫോൺ, ഇന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ, ഇതിലൂടെ നമ്മൾ ജീവിക്കുക. സോഷ്യൽ മീഡിയ ഇന്ന് ലോകത്തേക്ക് കടന്നപ്പോ ഓരോ രീതിയിലാണ്. വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഓരോ മേഖലകളിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹു നൽകിയ ജീവിതത്തെ ദുനിയാവിൽ നമ്മൾ വെറുതെ ആക്കിക്കൊണ്ട് ജീവിക്കുകയാണ്. തെറ്റിലൂടെ നമ്മൾ ജീവിക്കുകയാണ്. തിന്മ ചെയ്യാൻ നമ്മൾ കടന്നു ചെല്ലുന്നില്ല. തിന്മയിലൂടെയാണ് ഇന്ന് ഓരോരുത്തരും ജീവിച്ചു പോരുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ കാലയളവ്, ഇന്നത്തെ നൂറ്റാണ്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിനെ നമ്മൾ പ്രേമിക്കലല്ലേ, ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി കളയണം. ഇതൊക്കെ ഒഴിവാക്കി നമ്മൾ ജീവിക്കണം. ഇതിൻ്റെ ഓരോ മേഖലകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അശ്ലീലമായ ചിത്രങ്ങൾ, അശ്ലീലമായ വീഡിയോകൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ യുവാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് അയച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സംവിധാനിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒന്ന് ഓർത്ത് നമ്മൾ ശുക്ർ ചെയ്യണം. എന്നിട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ട് എല്ലാം മറന്നു പോവുകയാണ്. അല്ലാഹു ദുനിയാവിലേക്ക് അയച്ചതെന്തിനാ? ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവിലേക്ക് അയച്ചത് നിങ്ങൾ ആഖിറത്തിലേക്ക് കൃഷി ചെയ്യാനാണ്. ആഖിറത്തിലേക്ക്, ദുനിയാവെന്നത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദുനിയാവെന്നത് കളിയും തമാശയാണ്. ദുനിയാവിൽ നമ്മൾ തെറ്റ് ചെയ്ത് ജീവിക്കേണ്ടവരല്ല. തന്മയുടെ മേഖലകളിലേക്ക് കടന്നു ചെല്ലലാണ്. ഒരുപാട് ആളുകള് നാട്ടിലെ ഒരുപാട് രോഗികളുണ്ട്, ഒരുപാട് രോഗപ്പെട്ട ആളുകളുണ്ട്, ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇവരുടെ അടുത്തേക്ക് കടന്നു ചെന്നിട്ട് ഒന്ന് സ്നേഹത്തിന്റെ വാക്ക് പറയാൻ, എന്നൊരു സന്തനത്തിന്റെ വാക്ക് പറയാൻ നമുക്കിന്ന് ആകേണ്ടതുണ്ട്. എവിടെയാണ് കാരുണ്യം, എവിടെയാണ് കരുണ? അതില്ലാതെയാണ് ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. മക്കൾ ഇന്ന് നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. ഈ മക്കളെ ഈ തെറ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. തെറ്റിലായി മക്കളും ഇന്ന് വാപ്പയോടുള്ള സ്നേഹം എങ്ങനെയാണ്, വാപ്പയോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയാതെ ജീവിക്കുകയാണ്. അറിയും, പക്ഷേ ആധുനികമായ സജ്ജീകരണങ്ങൾ കണ്ടുവന്നതോടുകൂടെ ഓരോ കാര്യങ്ങളും ജീവിതത്തിനോട് ചേർത്ത് വെച്ചതോടുകൂടെ വാപ്പയില്ല, ഉമ്മയില്ല. വാപ്പാനെ കുറിച്ച് ചിന്തിക്കാതെ ഉമ്മാനോടുള്ള കടമ നിറവേറാതെയാണ് ഇന്ന് ഓരോ മക്കളും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മക്കളെ നമ്മൾ നന്നാക്കണേ. അവർക്ക് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുക്കലല്ല, മക്കളെ നേരാവണ്ണമാക്കുക. അതിന് നമ്മൾ നിന്നാവണം, നമ്മൾ നേരാവണ്ണമാകണം. ആധുനിക സജ്ജീകരണങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നതോടുകൂടെ നമ്മൾ ഇന്ന് എല്ലാം മാറിക്കഴിഞ്ഞു. നന്മയില്ലാത്തവരായി, തിന്മ ചെയ്യുന്നവരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നന്മ വേണം, നമ്മുടെ മക്കൾ നേരാവണ്ണമാകണം, നമ്മുടെ മക്കൾ നേരാവണ്ണം മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹു സ്വീകരിക്കട്ടെ. മക്കളിന്ന് നാശമാകുന്നു, മക്കളിന്ന് ഓരോ തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കളെ ഇന്ന് നാശമാവാൻ തന്നെ അവരുടെ പേരൊക്കെ ഇടുന്നത് കണ്ടാൽ വല്ലാത്ത പേരൊക്കെയാണ്. ആലോചിച്ച് നോക്ക്. ഒരിക്കലൊരാൾ
ഒരു സഹോദരന് അബു എന്ന് പേരിട്ടു. ഒരാൾ ചോദിച്ചു, അല്ല നിങ്ങളെന്തിനാ അബു എന്ന് പേരിട്ടത്? അല്ല നിങ്ങളെന്തിനാ അബു എന്ന് പേരിട്ടത്? വേറെ എത്ര പേരുണ്ട്, ഒരുപാട് പേരുകൾ, ഒരുപാട് നെയിം ഒരുപാട് ഉണ്ടല്ലോ, പിന്നെ താങ്കൾ എന്തിനാണ് അബു എന്ന് പേരിട്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാ, ഇവൻ നാശമാവുകയാണെങ്കിൽ അബൂജാഹിലെന്നും, നാശമാവുകയാണെങ്കിൽ അബൂജാഹിലെന്നും, നന്നാവാണെങ്കിൽ അബൂബക്കറിടാന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലാണെന്ന് മക്കളുടെ പേരിടുന്നത്, മക്കൾക്ക് നാമം കുറിക്കുന്നത്. പക്ഷെ ഇവിടുന്നൊക്കെ നമ്മൾ മക്കളിൽ നിന്ന് തെറ്റിപ്പോവുകയാണ്. മക്കളിൽ നിന്ന് മാതാപിതാക്കളോടുള്ള കടമ അത് മറന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തെറ്റുകാരാകാൻ പാടില്ല. നമ്മൾ നാളെ അല്ലാഹുവിൻ്റെ മുന്നിൽ ഈ മാതാപിതാക്കളെ തെറ്റുകാരാകാൻ പാടില്ല. അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് കടന്നു ചെല്ലുകയാണ്, പടച്ചോന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. അല്ലാഹു ഓരോ മകനോട് ഓരോ മകളോടും ചോദിക്കുകയാണ്, ഈ ദുനിയാവിൽ ഒരുപാട് സുഹൃതങ്ങൾ നൽകിയില്ലേ, പക്ഷേ ആ സുഹൃതങ്ങളിൽ ഒന്ന് ഓർക്കാൻ നീ എന്താണ്, എന്നെ ഒന്ന് ഓർക്കാൻ നീ ഒന്ന് ടൈം കണ്ടെത്തിയോ, അല്ലെങ്കിൽ ഈ ഒന്ന് സമയം മാറ്റി വെച്ചോ? ഇല്ല, ഒരുപാട് നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഒരുപാട് നന്മയുടെ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരുപാട് മേഖലകളിലേക്ക് ഞാൻ കടന്നു ചെന്നതാണ്. നാട്ടിലൂടെ ഞാൻ പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു ചെന്ന് നിസ്കരിക്കാൻ വേണ്ടി കടന്നു ചെന്നതാണ്. എൻ്റെ മാമയാണ് പറഞ്ഞത് നിസ്കരിക്കണ്ട, എൻ്റെ ഉമ്മ എന്നെ നിസ്കരിക്കാൻ കൽപ്പിച്ചില്ല, എൻ്റെ വാപ്പ എന്നെ നന്മയുടെ മേഖലകളിലേക്ക് കൊണ്ടുപോയില്ല എന്ന് താഴെ അല്ലാഹുവിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഇന്നോരോ മക്കളും പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, ദുനിയാവെന്നത് കളിയും തമാശയാണ്. ദുനിയാവിൽ നമ്മൾ ജീവിച്ചു പോരുന്നത് റഹീമായ രാജാതിരാജനായ അല്ലാഹ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ള ഓരോ സംവിധാനങ്ങളെ കുറിച്ചൊന്നും ഓർക്കേണ്ടതില്ലേ, നന്മ ചെയ്യേണ്ടതില്ലേ, ശുക്ർ ചെയ്യേണ്ടതില്ലേ? നന്ദികേട് ചെയ്യാത്തവരായി നമ്മൾ മാറാൻ പാടില്ലല്ലോ. ദുനിയാവിൽ ജീവിക്കേണ്ടത് അല്ലാഹു സ്വീകരിക്കട്ടെ. ദുനിയാവിൽ നമ്മൾ ജീവിക്കേണ്ടത് നന്മയിലൂടെയാകണം. അല്ലാഹു നൽകിയതിനെ കുറിച്ചൊന്ന് ഓർക്കണം. കഴിഞ്ഞ ആളുകൾ മഹാന്മാരായ ഭക്തുക്കളായ ആളുകളല്ല ഇവിടെ ജീവിച്ചു പോരുന്നത്. അവർ അല്ലാഹുവിനെ കുറിച്ച് ഓർത്തതാണ്, പടച്ചോനെ കുറിച്ച് ഓർത്തതാണ്, അല്ലാഹുവിന് വേണ്ടിയിട്ട് ശുക്ർ ചെയ്തിട്ടാണ് ഓരോ മഹാന്മാരായ ഭക്തുക്കളായ പണ്ഡിതന്മാർ, ഇതിലേക്ക് പണ്ഡിതന്മാർ ഇവിടെ ജീവിച്ചു പോകുന്നത്. അവർ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിച്ചവരല്ല, ജീവിതത്തിൽ അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ചവരാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, കുഷ്ഠരോഗം ബന്ധപ്പെട്ട മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് മക്കളില്ല, പാർപ്പിടമില്ല, ഒന്നുമില്ലാതെ നാട്ടിൽ കുഷ്ഠരോഗമായി നടന്നു നീങ്ങുമ്പോ നാട്ടിലുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, നാട്ടിലുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇദ്ദേഹം നബിയല്ല, അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽപ്പെട്ടതല്ല, അല്ലാഹുവിന്റെ റസൂലല്ല, അല്ലാഹുവിന്റെ നബിമാരിൽപ്പെട്ടതല്ല എന്ന് ആളുകൾ പറഞ്ഞുകൊണ്ട് നാട്ടിൽ നിന്ന് പുറത്താക്കിയ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമും തന്റെ ഭാര്യ എല്ലായിടത്തും കൂടെ നടന്നു നീങ്ങുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലെ നാണയങ്ങൾ തന്റെ കയ്യിലില്ല. കുഷ്ഠരോഗം വന്നുപെട്ട മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടില്ലല്ലോ. അവസാനമായിട്ട് ദുആവിലേക്ക് കുഷ്ഠരോഗം എത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനോട് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്യുകയാണ്, യാ അല്ലാഹ്, അല്ലാഹുവേ, താവര് നീ രോഗം വരുത്തല്ല റബ്ബേ. എല്ലാ ഭാഗങ്ങളിലും അല്ലാഹു രോഗം നൽകുകയാണ്. എല്ലാത്തിനും അല്ലാഹു രോഗം നൽകി, എല്ലാത്തിനും അല്ലാഹു എല്ലാ ഭയങ്ങളിലും അല്ലാഹു രോഗം നൽകുകയാണ്. അവസാനമായി നാവിലേക്ക് രോഗം എത്തുകയാണ്. നാവിലേക്ക് രോഗം എത്തിയപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്തു, പടച്ചോനെ, നാവിന് നീ ഒന്നും നൽകില്ലേ, നിന്നെ സ്മരിക്കുന്ന, നിനക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്ന നാവാണ്, അതുകൊണ്ട് എൻ്റെ നാവിന് നീ കോട്ടം സംഭവിക്കില്ല, നാവിന് നീ ഒന്നും സംഭവിക്കല്ലേ.
അവന് നീ രോഗം തരല്ലേ എന്ന് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സുഹൃതങ്ങളോട് കൂടെ ജീവിക്കുകയാണ്. പക്ഷേ ഇന്നൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഇന്നൊരു വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, ഇന്നേതെങ്കിലും നന്മയുടെ ഭാഗങ്ങളിലേക്ക്, നന്മയുടെ വശങ്ങളിലേക്ക് കടന്നു ചെന്നാൽ, നന്മയുടെ വശങ്ങൾ ജീവിതത്തിലേക്കൊന്ന് കടന്നു വന്നാൽ വേണ്ട മുമ്പിനെ ഒരു കച്ചവടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ നൽകുക. പടച്ചോനെന്ന് കുറച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് കച്ചവടം നൽകി, കുറച്ച് ലാഭം നൽകി. റിയൽ എസ്റ്റേറ്റ്മെന്റ് നടത്തുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് ലാഭം നൽകി, കുറച്ച് ഒരു 50,000 രൂപ വേണ്ട 1,00,000 രൂപ അന്ന് ഒരു ദിവസം നമുക്ക് ലാഭമായി കിട്ടി. നമ്മൾ പറയാ പടച്ചോനെ ഇതിൻ്റെ ഡബിൾ ഇരട്ടി നാളെ തരണേ അല്ലേ നമ്മൾ പറയാ. കച്ചവടത്തിൽ ഇന്ന് കൂടുതലൊരു കച്ചവടം നടക്കുക, ലാഭം കിട്ടുക. അപ്പോൾ നമ്മൾ അല്ലാഹുവിനോട് പറയുന്നത്, അല്ലാഹുവേ ഇതിൻ്റെ ഇതേപോലെ തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ഡബിൾ ഇരട്ടി നാളെ അല്ലാഹുവേ നീ നൽകണേ എന്നേ നമ്മൾ ദുആ ചെയ്യാറുള്ളൂ. ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നന്മയും അല്ലാഹു നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ആ നന്മക്ക് ശുക്ർ ചെയ്തവരായി നമ്മൾ മാറേണ്ടിയിരിക്കുന്നുണ്ട്, നമ്മൾ മാറേണ്ടതുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് നന്മയുടെ വശങ്ങൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നാൽ, ഒരു നേരത്തെ വെള്ളം കുടിക്കാൻ, ഒരു നേരത്തെ കുടിക്കാൻ വെള്ളം കിട്ടിയാൽ, ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ, ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതി എന്നുള്ളൊരു വാക്ക് നമ്മൾ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ദുനിയാവിൽ നമ്മൾ ജീവിക്കേണ്ടത് പടച്ചോനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ്. മദീനയിലെ ഒരു പെണ്ണാണ്, സുന്ദരിയായ പെണ്ണ്, തന്റെ ഭർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. ഭർത്താവിനോട് ചോദിക്കുക, ഞാൻ വലിയ സുന്ദരിയല്ലേ? ഭർത്താവ് പറയുകയാണ്, നീ വലിയ സുന്ദരിയാണ്, നീ വലിയ സുന്ദരിയാണ്, നിനക്കൊരു കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോ ഈ പെണ്ണ് കടന്നു ചെല്ലുകയാണ്. ഈ ഭർത്താവിനോട് പറയാ, അല്ല ഭർത്താവേ, എല്ലാവരും എൻ്റെ കൂടെയാണ് കടന്നു വരിക, എല്ലാവരും എന്നിലായി, എല്ലാവരെയും ഞാൻ എൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ കടന്നു വരുമെന്ന് മദീനയിലെ ഒരു പെണ്ണ് തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. ലോകത്ത് അല്ലെങ്കിൽ ഈ നഗരത്തിൽ ഞാൻ എല്ലാവരെയും എൻ്റെ കൂടെ ഞാൻ കൂട്ടും, എൻ്റെ കൂടെ ഞാൻ എല്ലാവരെയും വശീകരിക്കും, അതുകൊണ്ട് അവരൊക്കെ എൻ്റെ കൂടെ വരുമെന്ന് ഈ പെണ്ണ് പറയാണ്. ഈ പെണ്ണിനോട് ഭർത്താവ് പറയാം, നീ ഒരാളെ നിനക്ക് പറ്റില്ല. ഒരു സ്വഹാബിയെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സ്വഹാബിയുടെ സന്നിധിയിലേക്ക് പെണ്ണ് കടന്നു ചെല്ലുകയാണ്. ഈ സ്വഹാബിയുടെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. സ്വഹാബിയുടെ അടുക്കലേക്ക് കടന്നു വന്നു. ഒരു ഭാഗത്ത് എത്തിയപ്പോ ആ പെണ്ണവിടുന്ന് ചോദിക്കുകയാണ്, ഈ മുഖമക്കനെ അവിടുന്ന് മാറ്റുകയാണ് ഈ സ്വഹാബിയോട്. ഈ സ്വഹാബി അവിടുന്ന് പറഞ്ഞു, അല്ല പെണ്ണെ, നിന്റെ മുഖമക്കനെ ഒന്ന് താഴ്ത്തിയിടുമോ? ഈ മുഖമക്കനെ ഒന്ന് താഴ്ത്തിയിടാൻ പറഞ്ഞു. ഇല്ല. പെണ്ണ് പറഞ്ഞു, ഇല്ല, താങ്കൾ എൻ്റെ കൂടെ കടന്നു വരണം. ഈ പെണ്ണവിടുന്ന് പറയുകയാണ്, ഇല്ല, ഞാൻ താഴ്ത്തിയിടില്ല. ഈ സ്വഹാബിയോട് ഈ സ്വഹാബി അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല പെണ്ണേ, ഇതിലേക്ക് എനിക്ക് താല്പര്യമില്ല, ഇതിലേക്ക് ഞാൻ കടന്നു വരില്ല. നീ ഓർക്കുന്നുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ റൂഹ് വിളിക്കാൻ കടന്നു വരുന്ന നേരത്ത് നിനക്ക് പറ്റുമോ? ഇസ്രായേൽ കടന്നു വരുന്ന നേരത്ത് ഇത് നീ ചെയ്യാൻ നീ താല്പര്യപ്പെടുന്നു? ഇല്ല സ്വഹാബി, ഇല്ല. അല്ലാഹുവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോ, ഖബറിലേക്ക് കടന്നു ചെല്ലുന്ന നേരത്ത് ആരാരുമില്ലാത്ത ഖബറിന്റെ ഉള്ളില് മക്കളില്ല, ഭാര്യയില്ല, സന്താനങ്ങളില്ല, മാതാപിതാക്കളില്ല, ആരാരുമില്ലാതെ ഖബറിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന നേരത്ത് നിന്റെ ഈ ആവശ്യം നിറവേറാൻ നിനക്ക് സാധ്യമാവുക, നിനക്ക് നിന്നെ പറ്റുമോ എന്ന് ചോദിച്ചു
ചോദിച്ചപ്പോ ഈ പെണ്ണ് പറയില്ല സ്വഹാബി പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന് ഈ സ്വഹാബിയോട് ഈ പെണ്ണ് പറയുകയാണ്. ഈ സ്വഹാബി മൂന്നാമതായിട്ട് ചോദിക്കുകയാണ്, അല്ല പെണ്ണേ, അല്ലാഹുവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോ നന്മയും തിന്മയും തൂക്കുന്ന തുലാസിനരികെ കടന്നു ചെല്ലുമ്പോ നിനക്കതിന് ചെയ്യാൻ നിനക്ക് തയ്യാറാണോ? നിനക്കതിന് ഇഷ്ടമാണോ? ഈ പെണ്ണ് പറയാ ഇല്ല. അതുകൊണ്ട് പെണ്ണേ, അല്ലാഹുവിനെ കുറിച്ച് നീ ഓർക്കണേ എന്ന് അവിടുന്ന് ഈ സ്വഹാബി അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സ്വഹാബിയോട് ഈ പെണ്ണ് അവിടുന്ന് പറയുകയാണ്. സ്വഹാബിയോട് ഈ പെണ്ണ് പറഞ്ഞു. ഈ പെണ്ണ് തിരിച്ച് തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഒരുപാട് പണ്ഡിതന്മാർ പറയുകയാണ് ഈ പെണ്ണ് പിന്നെ ആരാധനയിലാണ്, ഈ പെണ്ണ് പിന്നെ ആരാധനാനുഭക്തമായ ജീവിതമാണ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ടാണ് ജീവിക്കുന്നത്. തിന്മ അവർ ചെയ്തില്ല, തിന്മയിലൂടെ അവർ പോയില്ല. ഈ ഭർത്താവിന് ഈ പെണ്ണിനെ കാണാൻ തന്നെ പറ്റിയില്ല എന്ന് ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ നമ്മളോട് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ഇത്തക്കില്ല, അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ, നമ്മൾ ചെയ്ത നന്മകൾ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പടച്ചവനെ കുറിച്ചുള്ള ഒരു പേടി വേണം. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹുവിനോട് നമ്മൾ നാളെ നന്ദി ചെയ്യേണ്ടവരല്ലേ? ഇന്ന് നമ്മൾ നന്ദി ചെയ്യേണ്ടവരല്ലേ? നമ്മൾ നന്ദി ചെയ്യാതെ ദുനിയാവിന്റെ സുഖലോലുപതയിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാ. പടച്ചോനെ പേടിയില്ല, അല്ലാഹുവിനോട് സ്നേഹമില്ല, അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹമില്ല. ഇങ്ങനെയാണ് ഇന്നത്തെ ഓരോ മുഅ്മിനും ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ആരാബി കടന്നു വരികയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, എപ്പോഴാണ് നബിയെ അന്ത്യനാൾ? എപ്പോഴാണ് നബിയെ അന്ത്യനാൾ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതിന് വേണ്ടി കേട്ട് ബാക്കി വെച്ചതെന്താണ്? എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? അതിന് വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? അദ്ദേഹം പറയുകയാണ്, ഇല്ല തങ്ങൾ, ഞാൻ അതിന് വേണ്ടി ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ അല്ലാഹുവിനെയോ അല്ലാഹുവിന്റെ റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. പുത്ര റസൂൽ എന്ന് പറയാ, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമാണ് ദുനിയാവിൽ നാളെ ആഖിറത്തിലുണ്ടാവുക എന്ന് പുത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ അറാബിയോട് പറഞ്ഞു വെക്കുകയാണ്. സ്നേഹം വേണം മുത്തുനബിയോട്. ഒരു കവി ഇങ്ങനെ പാടിപ്പോയില്ലേ, പരിടേ അൽ അമീൻ എന്നൊരു പേരിന് അരുതൻ അരുതൻ അർഹനർഹൽ. ഒരുപാട് കവി ഇങ്ങനെ പാടി. മൈക്കിൾ എച്ച് ഹാഡ് എന്ന് പറയുന്നൊരു ഒരു ചിന്തകൻ അദ്ദേഹം തൻ്റെ ദ 100% ഓഫ് ഹിസ്റ്ററി എന്ന 100 മഹാന്മാരെ കുറിച്ചിട്ട് പറഞ്ഞു. എന്നാൽ ആദ്യമായി പറഞ്ഞത്, ഒന്നാമതായി ഈ ലോകത്തിനെ പരിചയപ്പെടുത്തിയത് ആരാ? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. 100 മഹാന്മാരെ കുറിച്ച് പറഞ്ഞു. ലോകത്ത് ആദ്യമായി ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് അത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് പരിചയപ്പെടുത്തി കൊടുത്തത്. അല്ലേ സുകുമാർ കക്കാട് പാടിപ്പോയത്? എന്താ അദ്ദേഹം പാടിയത്? സ്വരത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാ മാധവൈ ചിത്രങ്ങളേക, മാംസത്തിൽ ബന്ധിച്ച നായക, തമ്പീരടിച്ചും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചു പുളച്ചാത ഗോത്ര കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ സന്ധി സങ്കീർത്തന ഭക്യ നായക എന്നൊരു കവി ഇങ്ങനെ പാടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബ് നമ്മൾ വെക്കണേ, സ്നേഹം നമ്മൾ വെക്കണേ. അല്ലാഹുവിനെ ഓർക്കാതെ ജീവിതം നമുക്ക് വേണ്ട. അല്ലാഹുവിന് ചില ആളുകളെ അല്ലാഹുവിനെ ഇഷ്ടം
ശബ്ദം അല്ലാഹുവിന് ഇഷ്ടമാണ്. ഒന്നാമതായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമതായിട്ട് നമ്മുടെ വീട്ടിലുള്ള പൂവൻകോഴി, ഈ പൂവൻകോഴിയുടെ ശബ്ദം അല്ലാഹുവിനേറെ ഇഷ്ടമാണ്. പഠിച്ചോനേറെ ഇഷ്ടമാണ്, അല്ലാഹുവിനേറെ പ്രിയമാണ്, അല്ലാഹുവിനേറെ പ്രിയമാണ്, അല്ലാഹുവിനേറെ ഇഷ്ടമാണ്, അല്ലാഹുവിനേറെ ഇഷ്ടമാ, അല്ലാഹുവിനേറെ ഇഷ്ടമാ. വീട്ടിലൊരു പൂവൻകോഴി. നമ്മളിന്ന് സുബഹിക്ക് എഴുന്നേക്കലില്ല, ഒന്നുമില്ല, ജീവിതത്തിൽ നന്മയോ ചിന്മയിലൂടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിസ്കാരമൊന്നും ഉണ്ടാവില്ല. സുബഹിക്ക് നമ്മൾ സാധാരണ സുബഹിക്ക് നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഈ പൂവൻകോഴി എഴുന്നേൽക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ലേ? അല്ലാഹു സ്വീകരിക്കട്ടെ. ശ്രദ്ധിച്ചു നോക്കണം. ഇന്ന് വീട്ടിലൊന്നും പൂവൻകോഴി വെക്കൂല അമ്മമാർ. വെക്കാനൊന്നും ടൈമില്ല. വാട്സപ്പൊക്കെ വന്നതോടുകൂടെ കോഴിയൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. കോഴിയൊക്കെ വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു, അതിനൊക്കെ പുറത്താക്കി. പൂവൻകോഴിയുടെ ശബ്ദം പഠിച്ചോന് ഇഷ്ടമാണ്. അത് മനുഷ്യനെ പോലെയല്ല. അല്ലാഹുവിന് പൂവൻകോഴി ഇഷ്ടമാണ്, അല്ലാഹുവിന് ഇഷ്ടമാണ്. നാം എഴുന്നേൽക്കുന്നതിന് മുമ്പേ പൂവൻകോഴി എഴുന്നേക്കും. പൂവൻകോഴി പിന്നെ കൂവും. പിന്നെ കൂവുമ്പോഴേ പിന്നെ കൂവിക്കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേൽക്കേണ്ടി വരും. ഉറക്കത്തിൽ നിന്ന് ശല്യം ഉണ്ടാക്കും, ശല്യമാകും. ഇപ്പോൾ ഒരാൾ ഉറങ്ങുമ്പോൾ നമ്മൾ ചെന്നിട്ട് തട്ടി ഉണർത്തുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? അടി കിട്ടാത്ത ഭാഗ്യം എന്ന് പറയാൻ പറ്റും. ഉറങ്ങുന്ന നേരത്ത് ഒരാളെ പോയിട്ട് നമ്മൾ തട്ടി വിളിക്കുക, എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ പൂവൻകോഴി ഇന്ന് വീട്ടിൽ നിന്ന് കൂവുമ്പോൾ നമ്മൾ പൂവൻകോഴിയെ ഇന്ന് നമ്മൾ മനസ്സ് കരുതും, ഇന്ന് രാവിലെ തന്നെ അല്ലെങ്കിൽ ഉച്ചക്കൊന്ന് സൈസാക്കാം. അത് നമ്മൾ കരുതുള്ളൂ. പഠിച്ചോന് ഇവർ ഭയങ്കര ഇഷ്ടമാണ്. പഠിച്ചോന് പട്ടിയെ നമ്മൾ വീട്ടിൽ വെക്കരുത്. പട്ടിയെ പൂച്ചയൊക്കെ നമ്മൾ വീട്ടിലൊക്കെ വെക്കും. പക്ഷെ അതിനൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കോഴിക്ക് വളരെയധികം ബർക്കത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പൂവൻകോഴിയുടെ ശബ്ദം അല്ലാഹുവിനേറെ ഇഷ്ടമാണ്, അല്ലാഹുവിനേറെ ഇഷ്ടമാണ്. ജന്തുക്കൾ ഒരുപാടുണ്ട്, ജീവികൾ ഒരുപാടുണ്ട്. പഠിച്ചോന് ഇഷ്ടമേതാ? പൂവൻകോഴി അല്ലാഹുവിന് ഇഷ്ടമാണ്. പൂവൻകോഴി സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കുന്നതാണ്, സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കുന്നതാണ്. പക്ഷേ നാട്ടിലുള്ള ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം ഒരു പട്ടിയെ ഒന്ന് നോക്ക്. ഒരു പട്ടി എടുത്ത് നോക്കിയാൽ പട്ടി എഴുന്നേൽക്കൂല. ആ ടൈമിലാണ് പട്ടി കിടന്നുറങ്ങുക. അപ്പോൾ സുബഹിസ്കാരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്നവൻ്റെ ചെവിയിൽ ശൈത്താൻ വന്ന് മൂത്രമൊഴിക്കുമത്രേ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് സുബഹിയിലെ ശേഷമുള്ളവർക്കും നിങ്ങൾക്ക് നല്ലതല്ല. എൻ്റെ മുത്തല്ലിമീങ്ങളായ ഒരുപാട് വിദ്യാർത്ഥികളുണ്ടല്ലോ, അവരോട് എനിക്ക് പറയാനുള്ളത്, സുബഹി നിസ്കാരത്തിന് ഉറങ്ങല്ലേ, സുബഹി നിസ്കാരത്തിന് ശേഷം ഉറങ്ങല്ലേ. അത് വിജ്ഞാനം കുറയാനുള്ള, ബുദ്ധി കുറയാനുള്ള കാരണമാകുമെന്ന് മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുത്തല്ലിമീങ്ങളോട് പറയാനുള്ളത്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങല്ലേ. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉറങ്ങിയാലും ബർക്കത്തുണ്ടാവൂല, മനസ്സിന് ഒരു ശാന്തി ലഭിക്കൂല. അതുപോലെ തന്നെ മനപ്പാടമാക്കാനുള്ള ഒരു ബുദ്ധി അതിന് കുറവായിരിക്കും, അത് കൂടുകയില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പഠിക്കല്, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് കിതാബ് ഓതല്, മിഷ്കാത്താകട്ടെ, അതുപോലെ തന്നെ ബുഖാരി ആകട്ടെ, അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ റിയാദ് സ്വാലിഹായാലും ഫത്ഹുൽ മുഈനായാലും ഒരുപാട് കിതാബുകൾ നമ്മുടെ താലിമീങ്ങൾ ഓതാറുണ്ട്. ഇതൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ല ടൈം അത് സുബഹിക്ക് ശേഷമാണ്. അതുകൊണ്ട് സുബഹിന് ശേഷം ഉറങ്ങുന്നവന്റെ ചെവിയില് ശൈത്താൻ മൂത്രിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്, പൂവൻകോഴിയുടെ ശബ്ദം അല്ലാഹുവിന് ഇഷ്ടമാണ്. രണ്ടാമതായിട്ട് ഏതാ? ജീവിതത്തില് ടൈം കണ്ടെത്തിയവനാണ്. ഏതിന് വേണ്ടിയിട്ടാ ടൈം കണ്ടെത്തിയത്? അത് പരസ്പരം കാണാനല്ല, മറ്റു സീരിയൽ കാണാനല്ല. ഓരോ സീരിയൽ കണ്ടുകൊണ്ട് ഓരോരുത്തരും IPS IAS ഓരോരുത്തരും ഓരോ രീതിയിലായി ജീവിക്കുമ്പോ നമ്മളും അങ്ങനെ ആകണമെന്നുള്ളൊരു ബോധം ഇന്നൊരു ഉമ്മാക്ക് ഉണ്ടാവുകയാണ്. ഇന്നൊരു ഉമ്മ ഇന്ന് സീരിയൽ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. അവരെല്ലാം ജീവിതത്തിൽ നിന്ന് ഖുർആൻ പാരായണം ചെയ്യാൻ, ഖുർആൻ ഓതാൻ ടൈം കണ്ടെത്തിയവനാരെ?
ശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതാൻ വേണ്ടി ടൈം കണ്ടെത്തിയവനാരോ അവനെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഖുർആൻ ഓതുന്ന വ്യക്തിയെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ഖുർആൻ ഓതുന്നവന്റെ ശബ്ദം അല്ലാഹുവിനേറെ ഇഷ്ടമാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. കുറച്ച് അല്പം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഖുർആൻ ഓതുന്ന വ്യക്തി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ വാക്കുകൾ കേട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളുണ്ട്. ഒരു ചരിത്രകാരൻ നമുക്കറിയാം, ഒരുപാട് ആളുകൾ ചരിത്രകാരന്മാർ, ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, ഇത്രയും ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മഹാനായ ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമർ തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ? അതുപോലെ തന്നെയാണ് ലോകത്തിലെ പോപ്പ് സംഗീതജ്ഞൻ എന്ന് അറിയപ്പെട്ടിരുന്ന യൂസുഫുൽ സ്റ്റീവൻ എന്ന ഈ സഹോദരനോ ഈ ലോകത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് ഈ ദീനിലേക്ക് കടന്നു വന്നവരല്ലേ? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കേട്ട് കടന്നു വന്നവരാണ്. മുസ്ലിം രാഷ്ട്രമായ മൊറോക്കോയിലേക്ക് കെൻ സ്റ്റീവൻ എന്ന വ്യക്തി കടന്നു ചെല്ലുകയാണ്. മൊറോക്കോയിലേക്ക് എത്തേണ്ട താമസം ആ പള്ളി മിനാരങ്ങളിൽ നിന്ന് പങ്കുലി ഇങ്ങനെ കേൾക്കുകയാണ്. പങ്കുലി കേട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, വാട്ട് ഈസ് ദ മ്യൂസിക്? ഇതെന്ത് മ്യൂസിക്കാണ്? ഇതെന്ത് മ്യൂസിക്കാണ് കൂട്ടരെ? ഇതെന്ത് മ്യൂസിക്കാണ്? ഇറ്റ് ഈസ് ദ മ്യൂസിക് ഓഫ് ഗോഡ്. ഇത് ദൈവത്തിന്റെ സംഗീതമാണ്. ഇത് ദൈവത്തിന്റെ സംഗീതമാണ്. അദ്ദേഹം ചോദിച്ചു, അല്ല, ഒരുപാട് ഒരുപാട് സംഗീതങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മ്യൂസിക് ഓഫ് പവർ, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള സംഗീതത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മ്യൂസിക് ഓഫ് മണി, പണത്തിന് വേണ്ടിയിട്ടുള്ള സംഗീതം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് സംഗീതങ്ങളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ മ്യൂസിക് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സംഗീതം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അദ്ദേഹം മടങ്ങി അങ്ങനെ മെൽബൺ കടൽ തീരത്ത് ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ തിരമാല എങ്ങോട്ടോ കൊണ്ടുപോവുകയാണ്. അദ്ദേഹം വിളിക്കുകയാണ്, മൈ ഗോഡ്, എന്റെ ദൈവമേ, ഇറ്റ് ഈസ് സേവ് മീ, എന്നെ നീ രക്ഷപ്പെടുത്തണമേ, എന്നെ നീ രക്ഷപ്പെടുത്തണമേ. അദ്ദേഹം അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരിക്കലൊരാള് ഇസ്രായേൽ സന്ദർശനം കഴിഞ്ഞിട്ട് തൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. ശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, ഈ ഖുർആനിനെ പറ്റിയിട്ടും പരിചയപ്പെടുത്തി കൊടുത്തതാണ്. പ്രവർത്തകർ കടന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഒന്നുപോയ തെറ്റുകൾ എമ്പാടുമുണ്ട്. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, മാപ്പാക്കണേ റഹ്മാനേ, മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ മാപ്പാക്കണേ റഹ്മാനേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ ഇവിടെ ഖബറൊക്കെ അല്ലാഹു വിശാലമാക്കട്ടെ. അല്ലാഹു വിശാലമാക്കട്ടെ. അല്ലാഹു വിശാലമാക്കട്ടെ. അല്ലാഹു വിശാലമാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നൽകുന്ന സംഭാവന, നാം നൽകുന്ന സദഖ, റഹ്മാനായ റബ്ബേ, ഞങ്ങളെ നീ സ്വർഗത്തിലാക്കണേ റഹ്മാനെ. നരകത്തിലാക്കല്ല റബ്ബേ, നരകത്തിലാക്കല്ല റബ്ബേ, നരകത്തിലാക്കല്ല റഹ്മാനെ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ഒക്കച്ചുമായി കടന്നു വരുമ്പോൾ നിങ്ങൾ അതിലേക്ക് അകമഴിഞ്ഞുകൊണ്ട് സഹായിക്കുക. അല്ലാഹു നമ്മുടെ മുറാദുകൾ അല്ലാഹു ഹസനാക്കി തിരുമാറാകട്ടെ. അല്ലാഹു ഹസനാക്കി തരട്ടെ. അല്ലാഹു ഹസനാക്കി തിരുമാറാകട്ടെ. ഉടനെ പ്രിയപ്പെട്ടവരെ, നന്മ ഉണ്ടാകുക. അവരൊക്കെ ജീവിച്ചു, പടച്ചോനെ പേടിച്ച് ജീവിച്ചവരാണ്. പടച്ചോനെ പേടിയില്ലാതെ പാറിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്ന ഉപ്പ, പാറിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ക്യൂ നിൽക്കുന്ന ഉപ്പ, കഞ്ചാവ് വലിക്കാനോ ഒരുപാട് ഹാൻഡ്സ് വെക്കാനോ ഒരുപാട് ചുണ്ടിലേക്ക് തന്റെ കയ്യിൽ വെച്ചുകൊണ്ട് ഉരുതിയിട്ട് ചുണ്ടിന്റെ അടിയിലേക്ക് വെക്കുന്ന എൻ്റെ യുവാക്കളെ, അല്ലാഹുവിനോട്
സമാധാനം പറയേണ്ടവരാണ്. നമ്മൾ ലഹരി കഴിക്കുകയാണ്, മത്താവുകയാണ്, ഇങ്ങനെ ഒരുപാട് ലഹരി കഴിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. പടച്ചോനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല, അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നില്ല. അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു നമ്മെ സ്വർഗത്തിലാക്കട്ടെ, നരകത്തെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും സ്വർഗത്തിലാണ്, ഇല്ലാമൻ അബാ, വിലങ്ങി നിന്ന ആളുകൾ ഒഴികെ. വമൻ അബാ യാ റസൂലല്ലാഹ്, ഹറാ നബിയേ അങ്ങയോട് വിലങ്ങി നിന്ന ആളുകളാ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, എൻ്റെ കാലശേഷം എൻ്റെ അധ്യാപനങ്ങള് ഹൃദയത്തോട് ചേർത്ത് വെക്കാത്തവരാരോ അവരാണ്, അവർക്ക് നാളെ സ്വർഗമില്ല എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മോട് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മ, നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതാണ്. ദുനിയാവിനെ നമ്മൾ വലിച്ചെറിയേണ്ടവരാണ്. ഒരുപാട് ദുനിയാവിലേക്ക് കടന്നു വന്ന് സമ്പത്തുണ്ടായിട്ട് കാര്യമുണ്ടോ? അഹങ്കരിച്ച് നടന്ന ആളുകളില്ലേ? ഫിറഔനെ പോലത്തെ, ഫറോവയെ പോലത്തെ ഒരുപാട് നമ്രൂദിനെ പോലത്തെ ഒരുപാട് അഹങ്കാരികളായ ആളുകള് ലോകത്തേക്ക് കടന്നു വന്നവരാണ്. പക്ഷേ ഇന്നും ഈജിപ്തിലെ മ്യൂസിയത്തില് ശവശവമായി ഇന്ന് കഴിയുകയാണ് ഫറോവ, ഫിറഔൻ. അല്ലാഹു ശൈത്താനിനെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു ശൈത്താന്റെ വലയിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇവരൊക്കെ അഹങ്കരിച്ചു, ഇവർക്കൊന്നുമില്ല, പക്ഷെ നന്മ ചെയ്യുക, ദിക്ർ ചൊല്ലുക. ഭാര്യ ഇബ്നു മസ്ഊദ് തങ്ങളോട് ചോദിക്കുക, ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട്, ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വാങ്ങുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇബ്നു മസ്ഊദ് തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അല്ല ഇബ്നു മസ്ഊദ്, താങ്കൾ എന്തിനാ കരയുന്നത്? ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാ, ഒന്നുമില്ല, നാളെ ആഖിറത്തെ കുറിച്ച് ആലോചിച്ച് കരയുകയാണ്. അവർ ചോദിക്കുക, മക്കളെ കുറിച്ച് ഓർക്കലാണ്? ഇല്ല, എനിക്ക് മക്കളെ കുറിച്ചിട്ട് പേടിയില്ല, മക്കളെ കുറിച്ചിട്ട് എനിക്ക് പേടിയില്ല. എൻ്റെ മക്കളെ എല്ലാ ദിവസവും വാക്യ സൂറത്ത് ഓതാറുണ്ട്. ഏത് സൂറത്താണ്? വാക്യ സൂറത്ത് എൻ്റെ മക്കൾ ഓതാറുണ്ട്. മക്കൾക്കൊന്നും വരൂല, മക്കൾക്ക് ദാരിദ്ര്യമില്ല, എനിക്ക് ദാരിദ്ര്യമില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയോട് എനിക്ക് പറയാനുള്ളത്, എല്ലാ ദിവസവും വാക്യ സൂറത്ത് നമ്മൾ ഓതുക, വാക്യ സൂറത്ത് നമ്മൾ ഓതുക. ദാരിദ്ര്യം വരൂല കേട്ടോ, ദാരിദ്ര്യം കടക്കുകയില്ല എന്ന് മുത്ത് റസൂലുള്ളാഹി ഇബ്നു മസ്ഊദ് തങ്ങളോട് പറഞ്ഞതായിട്ട് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നുണ്ടല്ലോ. അല്ലാഹു സ്വീകരിക്കട്ടെ. വാക്യ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യാം. അല്ലാഹു സ്വീകരിക്കട്ടെ. ഖബറിൽ നമുക്ക് രക്ഷയുണ്ടാകും. ബാറക്ക സൂറത്ത് നമ്മൾ ഓതിയാൽ നമുക്ക് ഖബറിൽ രക്ഷയുണ്ടാകും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ പാരായണം ചെയ്യാം, അല്ലാതെ നമുക്ക് രക്ഷയില്ല. റഹ്മാനായ റബ്ബ് സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ ഇവിടെ വാങ്ങും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഫാത്തിമാന്റെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാണ്. മോളെ ഫാത്തിമ, എന്തെങ്കിലും ഉണ്ടോ നിന്റെ കയ്യില്? പറഞ്ഞു, ഇല്ലപ്പാ, ഒന്നുമില്ല, ഞങ്ങൾ തിന്നിട്ട്, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് 5 ദിവസമായി, ഒന്നുമില്ല, മക്കൾ പട്ടിണിയാണ്. മോളെ ഫാത്തിമ, ആരാണ് ഫാത്തിമത്ത് സഹറ? ആരാണ് ഫാത്തിമത്ത് സഹറ? ഫാത്തിമ ജഗത്തെ ചിദറെ മുസ്തഫ, ഫാത്തിമ ഹിബ്ബേ
റസൂൽ മുസ്തഫ ഫാത്തിമ ലഖ്ദ സദറ മുസ്തഫ ഫാത്തിമ ഹിബ്ബേ റസൂൽ മുസ്തഫ. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ടമാണ്. ആ ഫാത്തിമ 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 ആരെങ്കിലും നോവിച്ചാൽ അതെന്നെ നോവിച്ചതുപോലെയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുക, മോളെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഉപ്പ, ഒന്നുമില്ല. ജോലിക്ക് വേണ്ടിയിട്ട് ഒരു തോട്ടത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെല്ലുകയാണ്. തോട്ടത്തിന്റെ അധികാരിയോട് ചോദിച്ചു, എനിക്ക് വല്ല ജോലിയും തരുമോ? ഇന്തപ്പനക്ക് ഞാൻ വെള്ളമൊഴിക്കുക. പക്ഷെ ഒരു ഡിമാൻഡുണ്ട്, ഓരോ ഇന്തപ്പനക്ക് ഞാൻ വെള്ളമൊഴിക്കുമ്പോ 3 കാരക്ക വീതം എനിക്ക് തരണേ, 3 കാരക്ക വീതം. ആ ഡിമാൻഡിന് ഉറപ്പ് നൽകി. ആ ഡിമാൻഡ് സക്സസ് ആണ്. അങ്ങനെ കഴിഞ്ഞു. അദ്ദേഹം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വെള്ളം എടുക്കുകയാണ്. 3 പാട്ട 3 ബക്കറ്റ് വെള്ളമൊഴിച്ചു. ആ വെള്ളമൊഴിച്ച് ഇൻഷാ അല്ലാഹ് സംഘാടകർ ബക്കറ്റ് പോയി പെട്ടെന്ന് പോകണം, സ്പീഡാക്കണം. നമ്മളിപ്പോൾ അവസാനിപ്പിക്കും. അത് സ്വീകരിക്കട്ടെ. ഒരാളേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് സ്വീകരിക്കട്ടെ. സ്വീകരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ബക്കറ്റ് വെള്ളം പിടിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 3 ബക്കറ്റ് അല്ലാഹുവിന്റെ റസൂൽ 3 ബക്കറ്റ് വെള്ളം ഒഴിക്കുകയാണ്. ഈ അറാബിയെ ധാരാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ വെള്ളം എടുക്കാൻ നോക്കുമ്പോ ബക്കറ്റില്ല, ബക്കറ്റ് പൊട്ടി വീഴുകയാണ്. അറാബിയെ ഇത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിനെ അടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലൊന്നും പറഞ്ഞില്ല. 9 കാരക്കയുമായി കടന്നു ചെല്ലുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ നബിയേ, ഈ മനയെ കനകമാക്കട്ടെയോ? അല്ലാഹുവിന്റെ റസൂല് പറയാ, അല്ല ജിബ്രീലേ, വേണ്ട, ഇതിനെ നീ കനകമാക്കണ്ട, ഒന്നുമേ ആക്കണ്ട. അവിടുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന വഅമിത്നി മിസ്കീന വഅഹ്ശുർനി ഫി സുംറത്തിൽ മസാകീൻ. അല്ലാഹുവേ 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 അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, അല്ലാഹുവേ മിസ്കീനായി ജീവിപ്പിക്കണം റബ്ബേ. വഅമിത്നി മിസ്കീന, അല്ലാഹുവേ നീ എന്നെ മിസ്കീനായി മരിപ്പിക്കണേ റബ്ബേ. വഅഹ്ശുർനി ഫി സുംറത്തിൽ മസാകീൻ, എന്നെ നീ മിസ്കീന്മാരുടെ കൂട്ടത്തിൽ ചേർക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുമ്മ അഹ്യിനി മിസ്കീന, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് അവരൊക്കെ ജീവിച്ചു പോകുന്നത് ദാരിദ്ര്യമാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണമില്ല. സ്വഹാബാക്കൾ പറയാ, അവരിന്ന് ഭക്ഷിച്ചിരുന്നത് ഇലകൾ വരെ ഭക്ഷിച്ചിരുന്നു. ആടുകളെ കഷ്ടിക്കുന്നത് പോലെ കഷ്ടിക്കുമായിരുന്നു എന്ന് ഒരുപാട് തീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവരൊക്കെ ജീവിച്ചു, പക്ഷെ അവർ പടച്ചോനെ മറന്ന് ജീവിച്ചില്ല. നമ്മൾ പടച്ചോനെ മറക്കാണ്, അല്ലാഹുവിനെ മറക്കുകയാണ്, അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ മറക്കുകയാണ്. അല്ലാഹുവിനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിച്ചു പോരുകയാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹരാവണ്ണം ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ദുനിയാവിലും അതിമറന്ന് ജീവിക്കല്ല. സമ്പത്ത് നമുക്ക് എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് നാട്ടിലുള്ള ആളുകളെ സഹായിക്കലാണ്, നാട്ടിലുള്ള ആളുകളോട് പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മുഫ്സിരിങ്ങളായ ഒരുപാട് പണ്ഡിതന്മാർ, ഇവരൊക്കെ ഒരുപാട് മഹത്തുക്കളായ ആളുകൾ, ഇവരൊക്കെ ജീവിച്ചത് നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്യുക. ജീവിതത്തിൽ നാം അത് പകർത്തുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഇവിടെ വാങ്ങാ. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, അല്ലാഹു ദറജ ഉയർത്തട്ടെ, അല്ലാഹു ദറജ ഉയർത്തട്ടെ.
മഹാനായ ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദ്, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് വീട്ടിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഉസ്താദ് അവരുകൾ തൻ്റെ ടൗണിൽ പോയിക്കൊണ്ട് അരി പൊടിപ്പിക്കുകയും അത് വീട്ടിലേക്ക് സ്വന്തം ചുമലിൽ വെച്ചുകൊണ്ട് ഏറ്റിക്കൊണ്ടുവരുമത്രേ. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ ജീവിച്ചു വന്ന് ചോദിച്ചു, ഒന്ന് നോക്ക്, വിനയത്തിൻ്റെ അങ്ങേയറ്റം തവാളുവിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പോയവരാണ്, തവാളുവിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പോയവരാണ്, അങ്ങനെ ജീവിച്ചവരാണ്. വിനയമാണ് വളരെ അധികം. അവർ നന്മയോടുകൂടെ ജീവിച്ചു. ആരുടെ മുമ്പിലും പണമുണ്ടല്ലോ, അവരുടെ മക്കളൊക്കെ പണക്കാരാണ്, പക്ഷെ ആ പണം ഉണ്ട് എന്നൊരു തോന്നല് ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നില്ല. അവരൊക്കെ ജീവിച്ചത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഒരുപാട് അന്യങ്ങൾ. അപ്പം അവരുടെ ജീവിതം നമ്മൾ മുന്നോട്ട്, അവരുടെ ജീവിതം നമ്മൾ അവരോട് സ്നേഹിക്കുകയും അവരോട് ആദരവ് നമ്മൾ കാണിക്കുകയും ചെയ്യണം. ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജ ഉയർത്തട്ടെ. ഇവിടെ മറവിട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അലവി തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നമുക്ക് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നാട്ടിൽ മറവിട്ട് കിടക്കുന്ന നമ്മളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ ഉയർത്തുമാറാകട്ടെ. അപ്പോൾ അവരെ ആദരിക്കേണ്ടത് നമ്മുടെ കടമയാണ്, അവരോട് സ്നേഹം പുലർത്തേണ്ടത് നമ്മുടെ കടമയാണ്. ആ സ്നേഹം കൊണ്ടാണ് ഇവിടെ ഉപ്പണ കുന്നിൽ മുഹീദ്ദീൻ ജുമാ മസ്ജിദ് ഇങ്ങനെ ഒരു ഉറൂസ് എല്ലാ വർഷവും നടത്തുന്നത്, ഇങ്ങനെ ഒരു ഉറൂസ് എല്ലാ വർഷവും നടത്തുന്നത്. അതുകൊണ്ട് നാട്ടിൽ മറവിട്ട് കിടക്കുന്ന മഹാനവരുകൾ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളെ മത്സരയാ, ലോകത്തിലെല്ലാം പ്രതിഭാസങ്ങളും എല്ലാം അടങ്ങുകയാണ് സൂറ മക്കകളത്തില്. മഹാനായ ഇസ്റാഫീൽ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്കാലഹാ. ഭൂമി ഇരുതരമായി പ്രകമ്പനം കൊള്ളുന്ന ഒരു നാള് വരാനിരിക്കുന്നുണ്ട്. ആ നാള് വന്നാല് ഇസ്രാഫീൽ സൂറമ്മക്കാകളത്തിൽ ഊതുകയാണ്. ഇസ്രാഫീൽ സൂറമ്മക്കാകളത്തിൽ ആദ്യം ഊതും, പിന്നെ രണ്ടാമത് ഊതും, പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും മശ്റയിലേക്ക് പോകുക. മശ്റയാണ് ഷാമിലേക്കാണ് മുത്ത് റസൂലുള്ള ചൂണ്ടിക്കാണിച്ചത്. എവിടെയാണ് റസൂലെ മശ്റ നടക്കുക? ഇന്നത്തെ ഇന്നത്തെ ഓരോ രാജ്യങ്ങളിൽ, ഇന്നത്തെ ഫലസ്തീനും പോലത്തെ, അതുപോലെ തന്നെ ഗാസ പോലത്തെ, സിറിയ പോലത്തെ, ഇതൊക്കെ സിറിയയും ഫലസ്തീനും ഇതൊക്കെ ഒരുമിച്ച് കൂടിയതാണ്. ആ ഷാമിലാണ് നാളെ മഹ്ശറുണ്ടാവുക എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, നാളെ മഹ്ശറിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്കൊരു നേതാവുണ്ട്, നമ്മെ നയിക്കുന്ന ഒരാളുണ്ട്. ഈ നാട്ടിൽ മറവിട്ട് കിടക്കുന്ന ഒരു മഹാനെ നമ്മൾ ആദരിക്കുക, സ്നേഹിക്കുക. ഇവരോടൊപ്പമായിരിക്കും നാളെ മഹ്ശറിലേക്ക് പോകാമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദ്യം എഴുന്നേൽപ്പിക്കും. പിന്നെ നമ്മളൊക്കെ ഈ നാട്ടുകാര്, ഇവിടുത്തെ ആളുകള് ഈ മഹാന്മാരായ ഈ തങ്ങളോടൊപ്പമായിരിക്കും കടന്നു പോവുക. ഈ മഹാനുഭാവന്റെ കൂടെയായിരിക്കും നമ്മൾ നാളെ മഹ്ശറിലേക്ക് പോകുക. അതുകൊണ്ട് മഹാന്മാരായ ആളുകളെ ആദരിക്കലോ സ്നേഹവും നമുക്ക് വേണേ. അല്ലാഹു നിലനിർത്തട്ടെ. അതുമാത്രമാണോ അവരുടെ ജീവിതവും അവരുടെ എങ്ങനെയാണോ ജീവിച്ചത് അതേപടി നമ്മളും ജീവിക്കാൻ ശ്രമിക്കണോ. നന്മ നമ്മൾ ചെയ്യാൻ അല്ലാഹു സ്വീകരിക്കട്ടെ.